മാത്രമല്ല ആ വഴിയിലൂടെയാണ് ഈ ചാലിയാറിലേക്ക് മുൻപ് ഒഴുകിയിരുന്ന നദിയുടെ കൈവഴി. ആ നദിയുടെ കൈവഴി മാറി ഇപ്പോൾ വേറൊരു രീതിയിൽ ഗതി മാറി ഒഴുകുന്ന മറ്റൊരു നദിയാണ് ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഭാഗത്തും ഇപ്പോൾ തിരച്ചിൽ നടത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ബെയിലിപ്പാലത്തിന് സമീപം, അതായത് വെള്ളാർമല സ്കൂളിന് സമീപത്തെല്ലാം ഈ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇന്നലെ ട്രോമാ കെയർ രക്ഷാപ്രവർത്തകർ ഇത്തരത്തിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഇന്ത്യൻ ആർമിയുടെ ഒപ്പം ഡോഗ് സ്ക്വാഡും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് 3 ഇന്ത്യൻ ആർമിയുടെ ഡോഗ് സ്ക്വാഡുകളാണ് ഈ ഭാഗത്ത് തിരച്ചിലിനായി എത്തിയിട്ടുള്ളത്. അവർ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചൂരൽമല ടൗണിലുള്ള പള്ളിയുടെ സമീപത്തേക്ക് എത്തുകയാണ്. 3 ഡോഗ് സ്ക്വാഡുകൾ മുൻപിലും ഒപ്പം ഇന്ത്യൻ ആർമിയുടെ സേനാംഗങ്ങൾ കൂടെ ഈ ഭാഗത്തേക്ക് തിരച്ചിലിനായി പോകുന്നു. അതിന് തൊട്ടടുത്തായാണ് ഈ ബെയിലിപ്പാലം നിർമ്മിക്കുന്നത്. ഇതിന് അടുത്തുനിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലും ഇത്തരത്തിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് സാധാരണയുള്ള വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കെടാവർ ഡോഗ്സ് ആണോ? പെട്ടിമുടിയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം നടത്തിയ കെടാവർ ഡോഗ്സിനെയാണോ കാണുന്നത്? ഇന്ത്യൻ ആർമിയുടെ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട സ്നിഫർ ഡോഗ്സ് ആണ്. ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സ് ആണ്. ഇത്തരത്തിൽ മണ്ണുകൾക്കുള്ളിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമിയെ സഹായിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇവരുടെ സ്നിഫർ ഡോഗ്സ് വിഭാഗം. ഇത്തരത്തിൽ 3 പട്ടികളാണ് ഈ ഭാഗത്തേക്ക് ദുരന്തമുഖത്തേക്ക് തിരച്ചിലിനെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ആർമിയുടെ രാഹുൽ പങ്കുചേരുകയാണ്. എങ്ങോട്ടേക്കാണ് ഇപ്പോൾ ആദ്യം നിങ്ങൾ? Where are you from? DSC. Okay. So how many people are you in your group to this rescue operation? We are about 150, augmented with 30 more. So going that side, let's see. Our commanding officer is there with the team ahead. Who is that? Colonel P.S. Nagar. Please join. ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഈ ആർമിയുടെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചുള്ള പരിശോധന തിരച്ചിൽ നടത്തുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഈ ഇന്ത്യൻ ആർമി സേനാംഗങ്ങൾ എല്ലാവിധ സജ്ജീകരണം, ഷവലുകളുണ്ട് അവരുടെ കയ്യിൽ, കൈക്കോട്ടുകൾ, തൂമ്പകൾ തുടങ്ങിയ സാധനങ്ങളുണ്ട്. ഒപ്പം എല്ലാവിധ സജ്ജീകരണങ്ങളുമായി ഈ ബെയിലിപ്പാലം നിർമ്മിച്ച ഭാഗത്തിന്റെ മറുഭാഗത്തേക്കാണ് പോകുന്നത്. അവർ ഇപ്പോൾ ആ ഭാഗത്ത് റോപ്പുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പുറകിലായി നമ്മൾ ആ ഭാഗത്തേക്ക് എത്തുന്നതായിരിക്കും. ഈ ഭാഗത്തോടു കൂടിയാണ്, അതായത് ഈ ചൂരൽമല ടൗണിലുള്ള ഈ പ്രദേശത്ത് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന പാലം തകർന്നുപോയി. ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു പള്ളി ഉണ്ടായിരുന്നു, 6-7 കടകളുണ്ടായിരുന്നു. ആ ഭാഗമെല്ലാം മുണ്ടക്കയിൽ നിന്നുണ്ടായ വലിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാഷ് ഔട്ട് ചെയ്ത് ഈ ഗതിമാറി ഒഴുകിയ പുഴ വഴിയാണ് ചാലിയാർ പുഴയിലേക്കും മലപ്പുറം ജില്ലയിലെ ആ പല ഭാഗത്തേക്കുമായി നീങ്ങിപ്പോയത്. ആ ഭാഗത്താണ് ഇപ്പോൾ ബെയിലിപ്പാലം നിർമ്മിക്കാൻ ഇന്നലെ മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഊർജിതമായ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടുതൽ ആളുകൾ ഈ ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനായി ഇന്ത്യൻ ആർമി എത്തിയിട്ടുള്ളത്. ഈ മേഖലയിൽ ഇപ്പോൾ ദൃശ്യങ്ങളാണ്, അതായത് നമ്മളിപ്പോൾ അല്പം കൂടി സമയത്തുള്ള ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് മുഴുവൻ ചെളി നിറഞ്ഞ് ഈ 2 കെട്ടിടങ്ങൾക്കിടയിലൂടെ ആ ഒഴുകിയെത്തിയ ഈ വലിയ പാറ കഷ്ണങ്ങളും അതുമാത്രമല്ല വലിയ പലകകളും മരക്കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. ആ തടികളിട്ട് രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തേക്ക് ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ആർമി സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം ഏകദേശം തന്നെ പൂർത്തിയായി. ദില്ലിയിൽ നിന്ന് എത്തിച്ച വലിയ ഈ ബെയിലിപ്പാലത്തിന്റെ സ്പെയർ പാർട്സുകൾ സംയോജിപ്പിച്ച് ഇവർ ഇന്നലെ രാത്രി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് ഈ മുണ്ടക്കൈക്കാർക്ക് പുറത്തുള്ള ഈ ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ മേഖലയിൽ ഇപ്പോൾ പകുതി ആളുകൾ ആ ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. ഇവരുടെ രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കുവാൻ തന്നെ കൂടുതൽ ആളുകൾക്ക് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമി ആളുകൾ ഇപ്പോൾ പകുതി ആളുകൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ബെയിലിപ്പാലത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ സബിൻജത്തിൽ.
ആ ഭാഗം, അതായത് ഇപ്പോൾ ഇന്നലെ രാത്രി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പണി ആരംഭിച്ചെങ്കിലും താൽക്കാലികമായി ആരംഭിച്ച പണി തീർത്ത ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ട് പുറകിലായാണ് വലിയ ഈ ദില്ലിയിൽ നിന്ന് കൊണ്ടുവന്ന കാസ്റ്റ് അയൺ ഉപയോഗിച്ച് ഒരു അസംബിൾ ചെയ്തിരിക്കുന്ന ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബിനിൽ, ദീപക് തുടരുക. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ വഴികളിലൂടെ ഉൾപ്പെടെയാണ് ആർമി സംഘത്തിനൊപ്പം കരസേന സംഘത്തിനൊപ്പം ദീപക് മോഹൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുണ്ടക്കയാണ് അവരുടെ ലക്ഷ്യസ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക്, ഇതേത് വഴിയിലൂടെയാണ് മുണ്ടക്കയിലേക്ക് നമ്മൾ എത്തുക? ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബിനിൽ. ഇപ്പോൾ നമ്മളുള്ളത് ഈ ആർമി സംഘത്തിന് നമ്മൾ പിന്നാലെയാണ്. അവർ ഇപ്പോൾ ഉള്ളത് ചൂരൽമല ടൗണിലാണ്. നിരവധി വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ റോഡുകൾ തകർന്ന പ്രദേശമാണ്. ഈ ബെയിലി പാലത്തിന്റെ സംയോജിപ്പിക്കാനുള്ള ഇത്തരത്തിലുള്ള ഈ പാർട്സുകളെല്ലാം കൊണ്ടുവരുന്ന വലിയ വാഹനങ്ങൾക്ക് നടുവിലൂടെയാണ് ചൂരൽമല ടൗണിനുള്ളിൽ ഈ ദുരന്തം ആർത്തലച്ച് എത്തിയ ചൂരൽമല ടൗണിന് മുൻപിലൂടെ ചൂരൽമല ടൗണിന്റെ ഭാഗത്തുകൂടി മുൻപോട്ടേക്ക് ഇപ്പോൾ കരസേന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊർജിതമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഡോഗ് സ്ക്വാഡും ഇപ്പോൾ ഇവരോടൊപ്പം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ വലിയ 2 ഹിറ്റാച്ചി ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ആ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് ഈ ബെയിലി പാലത്തിൻ്റെ പാർട്സുകൾ അസംബിൾ ചെയ്തത്. നേരത്തെ ഈ ബെയിലി പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ബേസ്മെൻറ്റാണ് അവർ ആദ്യം നിർമ്മിച്ചത്. ഇപ്പോൾ അത് സംയോജിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തൊക്കെ തന്നെ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ട ആളുകളെയോ കണ്ടെത്താനായാണ് ഈ ഡോഗുകളൊക്കെ ഉള്ളത്.